പ്രൈസ് ലോർഡ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള 40ാമത്തെ യോഗ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ഇവിടെ വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ നാളെന്ന് പറയുന്നു, അതേപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കുണ്ടാകേണ്ട യോഗ്യത എന്താണെന്നറിയാമോ? ആ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയോ ഞെട്ടിപ്പോകുകയോ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുക. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വല്ല ആത്മാവിനാലോ. കാരണം ഇതെല്ലാ ആത്മാവും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തില് വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീ കറക്റ്റ് ദൂതാണ് പറഞ്ഞത്, അല്ലേ? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് പൗലോസിനെ കുറിച്ച് ശീലാസിനെ കുറിച്ചും പറയുന്നു. ദൂത് വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ എന്താണ്? ആത്മാവ് വേറെ ആയിരുന്നു, വെളിച്ചപ്പാടത്തിക്കാരുടെ ആത്മാവായിരുന്നു. അപ്പം ഇന്ന് ഏത് ആത്മാവാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ 1 യോഹന്നാന്റെ ലേഖനത്തില് 4-ാം അധ്യായത്തില് പറയുന്നത്, ഈ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണെന്ന് ശോധിക്കണം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ പറയുകയാണ്, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്? വല്ല ആത്മാവിനാലോ വേറൊരു വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുന്നത്. അപ്പൊ ഈ വചനത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനം 1-6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ആ വാക്യം പറഞ്ഞിങ്ങനെയാണ്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് പറഞ്ഞു, അത് വേറെ സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപേ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലോട് നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുക നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തു